തിരുവനന്തപുരം. പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല നിർമ്മിക്കാനായി ഒയാസിസ് കമ്പനിയെ സർക്കാർ ക്ഷണിച്ചുകൊണ്ടുവന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കമ്പനിയും സർക്കാരും തമ്മിൽ ഡീലുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ അംഗീകാരം നേടുമ്പോൾ ഒയാസിസ് കമ്പനിക്ക് NOC ഇല്ലായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് സർക്കാരിന് മറുപടിയില്ലെന്നും സതീശൻ പറഞ്ഞു. 2023 ജൂൺ 16 തന്നെ ഒരു വാട്ടർ അതോറിറ്റിക്ക് സർക്കാരിന്റെ ഇൻവിറ്റേഷൻ ഞങ്ങൾക്കുണ്ട്, ക്ഷണമുണ്ട് എന്ന് പറഞ്ഞാണ് വാട്ടർ അതോറിറ്റിക്ക് ഇവർ കത്ത് കൊടുത്തത്. 2022 തന്നെ ഇവർ സ്ഥലം അവിടെ വാങ്ങിച്ചു. ഇവർ സ്ഥലം വാങ്ങിച്ചതിന് ശേഷം അവരുമായി ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ മദ്യനയം തന്നെ മാറ്റിയത് ഇവർക്ക് വേണ്ടി. ഈ മദ്യനിർമ്മാണശാല തുടങ്ങാൻ പോകുന്നത് കേരളത്തിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല, പാലക്കാട് ജില്ലയിലെ ഒരു ഡിസ്റ്റിലറി അറിഞ്ഞില്ല. മധ്യപ്രദേശിൽ പ്രവർത്തിക്കുന്ന, പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രം അറിഞ്ഞു. അവർ കൊണ്ടുവന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ കൊടുത്തു എന്നാണ് പറയുന്നത്. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്ന പശ്ചാത്തലത്തിലാണ് ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി KN ബാലഗോപാൽ തയ്യാറെടുക്കുന്നത്. നികുതിയേതര വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നീക്കങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാകാനാണ് സാധ്യത. ഒപ്പം പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ